ഞാൻ ഹൈമാവതി കൃഷി ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് വെച്ചാൽ ദോശമാവ്. ഇത് അരിക്കൂട്ടിൻ്റെ ദോശമാവായി. ബാക്കിയുള്ള വെള്ളവും ഇത് അല്ലെങ്കിൽ അരിമാവ് വേണ്ട അരിമാവായി വേണ്ട അരിക്കൂട്ട്. ബാക്കിയുള്ള ഉഴുന്നും അരിയെല്ലാം അരച്ചിട്ട് ദോശ ഇഡലിക്കെല്ലാം അരച്ചതിൻ്റെ മാവ് കണ്ട ഈ മാവാണ്. ഈ മാവ് എന്താ വേണ്ടത് വെച്ചാൽ ഇത് നല്ലോണം പൂ വരാൻ വേണ്ടിയിട്ട് നല്ലോണം പൂവും കായും വരും. ഉണങ്ങി ചത്തതായാലും ശരി അത് എണീറ്റ് വരും. ഇത് കഴിച്ചു കൊടുക്കാം. ഉണങ്ങി ചത്തതായാലും ശരി മുളകിനെല്ലാം ഉണങ്ങി ചത്ത് ഉണങ്ങി അല്ല പറയ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ പരിക്ക് വെച്ച് കൊടുക്കാൻ. ഇപ്പം നല്ലോണം പൂ വരട്ട് വെച്ചിട്ട് ഞാൻ ഇപ്പോഴേ കൊടുക്കുന്നതായത്. ഇപ്പോൾ കണ്ടില്ലേ, ഇത്ര പോരിട്ടത്. ഇതിൻ്റെ അകത്ത് ഞാനെന്താ ചേർക്കുന്നത് വെച്ചാൽ കുറച്ച് ഉലുവ വേണ്ട, ഉലുവ അരച്ചതായിട്ട് ഉലുവ അരച്ചതായിട്ട് ഈ ഉലുവയും കൂടി അരച്ചിട്ട് ഇതും കൂടിയാണ് ഞാനിപ്പോൾ ഇതിൻ്റെ അപ്പുറം ഇട്ട് കൊടുക്കുക. ഉലുവ അരച്ചതാണ് ഉണ്ടല്ലേ. ഈ ഉലുവ അരച്ചത് ഇതും കൂടി ഇതിലിട്ടിട്ട് പിന്നെ ഇത് കലക്കിയിട്ട് ഒഴിച്ചിട്ട് കൊടുക്കാനാണ് പോകുന്നത്. കണ്ടില്ലേ, ഇത് കൂടി അയച്ചു. ഇനിയിപ്പം ഇത് കലക്കണം നല്ലോണം. ഈ ഇതിൻ്റെ അപ്പുറം കുറച്ച് ചവനപ്രാശം ലേഖ്യമുണ്ട്. നല്ലപോലെ കണ്ട ഇത് കുറച്ച് കൊണ്ടുവന്നത് ബാക്കിയുണ്ടായിരുന്നു, എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ്. അത് ഞാൻ ഇതിൻ്റെ അകത്ത് നിന്ന് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് ഇതിവിടെ ബാക്കിയില്ല. ഒരു സ്പൂൺ അതും കൂടി ഇടട്ടെ. ഈ ലേഖ്യം ഇത് മുഴുവതിനെ വെച്ചാൽ നല്ലോണം പൂവും കായ് പിടിക്കാൻ നല്ല ചെടി നന്നാവാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നത്. ഇതും കൂടി ഒന്ന് കൊടുത്ത് നോക്കാം. ഇത് കലക്കിയിട്ട് ഒഴിച്ച് കൊടുത്ത് നോക്കട്ടെ. എന്നിട്ട് നമ്മളെ തക്കാളി ചെടിക്ക് ഒരു കുരുട് പോലെയല്ലേ വരുന്നത്. അത് ഇത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് കുറവ് കിട്ടും തോന്നിയിട്ടാണ് ഞാനിത് നോക്കുന്നത്. അതുകൊണ്ട് ഇത് ഇട്ട് കൊടുക്കട്ടെ. ഇത് ഉണ്ടല്ലേ, ഇതിങ്ങനെ ഇത് കലക്കി ഒഴിക്കുക വേണ്ടത്. നല്ലപോലെ ഉലുവ അരച്ചിട്ടുണ്ട്. ഉലുവയും ഇതും കൂടി അരച്ചിട്ട് നല്ലോണം പൂവും കായും ഉണ്ടാവട്ടെ വെച്ചിട്ടാണ്. തക്കാളിക്കും ഇങ്ങനെ കുറച്ച് ഒരു ഇലയെല്ലാം നല്ലൊരു ചുരുക്കോടെ വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം ചെയ്യുന്നത്. കണ്ടില്ലേ, ഇപ്പം നല്ലപോലെ അരിയണം. അരിഞ്ഞിട്ട് ഇതിപ്പം കലക്കണം. നല്ലപോലെ കലക്കണം. ഇതിൻ്റെ അകത്ത് കലങ്ങി കിട്ടണം. കണ്ടില്ലേ, ഇത് കലങ്ങിയിട്ടില്ല. ഇപ്പം നമുക്ക് ഒരു ലേഖ്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ പച്ചക്കറിക്ക് കായ്ക്കും പൂക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഒരു ലേഖ്യം കൊണ്ട് ഉണ്ടാക്കാൻ ഒരു പഞ്ചഗവ്യം എന്നിട്ട് ഒരു 5 തരത്തിൽ പഴവും പിന്നെ അതെല്ലാം കൂട്ടിയിട്ട് വെല്ലം അങ്ങനെയുള്ള എല്ലാം കൂട്ടിയിട്ട് ഒരു ലേഖ്യം ഉണ്ടാക്കി ഒഴിക്കലുണ്ട്. ലേഖ്യം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പച്ചക്കറിക്ക് നല്ല ഉഷാറുണ്ടാവും. അത് പണ്ടേ കൊടുക്കുന്നതാണ്. അതും കൂടി അതിന് പകരമാണ് ഞാൻ അത് ഉണ്ടാക്കാൻ ഇല്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ലേശം എടുക്കാൻ കാരണം. ഈ ചവനപ്രാശം ലേഖ്യം എടുക്കാൻ കാരണം അതാണ് കേട്ടോ. അതുകൊണ്ട് ഇതും കൂടി നമുക്ക് കൊടുത്തിട്ട് അത്രയും കൊണ്ട് കുറച്ച് ഇത് അരിയാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. ഒരു പേടിക്ക് ഒരു സ്പൂൺ കൂടി എടുക്കുക. തീരെ കുറഞ്ഞു പോയെങ്കിൽ ഉണ്ടല്ലേ 2 സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി വെള്ളം ചേർക്കണ്ടേ, അന്നേരം എത്താണ്ടായിട്ടുണ്ടാകും. അതുകൊണ്ട് ഇത് നല്ലപോലെ കലക്കിയിട്ട് വേണം, നല്ലപോലെ കലക്കണം. ഇതില്ലേ, ഇതിപ്പോൾ ഇങ്ങനെ നല്ല അടിപൊളിയായിട്ട് കലക്കിയിട്ട് ഇങ്ങനെ ചെറുങ്ങനെ ആൾക്കണം. അത് ഒടയാൻ പണിയുണ്ട്. കലക്കിയിട്ട് ഉറക്കണം. അതേപോലെ തന്നെ ആ ഉലുവയും വെള്ളമായിട്ട് ഇറക്കാതുകൊണ്ട് കുറച്ച് ഉണ്ടിയായിപ്പോയി, വെള്ളം കുറഞ്ഞു പോയി. ഉണ്ടല്ലേ, ഇതേപോലെ കലക്കിയിട്ട് നമുക്കില്ലെങ്കിൽ ഇതിനകത്ത് നിറച്ചും വെള്ളം ഒഴിക്കണം. ഇതിലൊരു 5 ഇരട്ടി വെള്ളം ഒഴിക്കാം. വെള്ളം നേർക്കുന്നവരെ നമ്മളെ അരിക്കൂട്ടിൻ്റെ വെള്ളവും ഇത് എല്ലാം കൂടി ഒരു നേർമ വരുന്നവരെ വെച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഇനി വെള്ളം ഒഴിക്കട്ടെ. ഞാനിപ്പോൾ ഇതിൽ കലക്കി കണ്ട ഇതേപോലെ കലക്കി ഇതിൽ നിറച്ച് ഒരു 2 ഇരട്ടി വെള്ളം ചേർത്ത്, ഒരു 2 ഇരട്ടി വെള്ളം ചേർത്തില്ല, അത്രേ ചേർത്തിട്ട്. കൂടുതൽ ചേർത്തിട്ട് കാര്യമില്ല. അല്ല, കൂടുതൽ ചേർത്താൽ ഇനി ഗുണം കെട്ടണ്ടേ. ഇങ്ങനെ ഇത്രേ ആക്കിയിട്ടില്ല കണ്ടോ. കണ്ടില്ലേ, ഇതേ വരും. അത് ലേശം കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അധികം കട്ടിയാക്കേണ്ടത് മാത്രമേ ഉള്ളൂ. നേർപ്പിച്ച് എടുത്താൽ മതി. ഞാനിപ്പോൾ 3 ഇരട്ടി വെള്ളമാക്കി. മറ്റേ അരിക്കൂട്ടിൻ്റെ വെള്ളം അതിന് കണക്കാക്കിയിട്ട് അതിൻ്റെ ഒരു
ബാക്കി ഒരു 3 ഇരട്ടി വെള്ളം ചേർത്തിട്ടാണ് ഞാനിപ്പം എടുക്കുന്നത്. 2 സ്പൂണാണ് ആ ലേഗി എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 100 ഉലുവ, ഇതെല്ലാം കൂടി ഞാനിപ്പോൾ ഒരു 15 ലിറ്റർ വെള്ളത്തിൽ ആക്കിയിട്ടുണ്ട്. അത്രയേ ഉള്ളൂ. അത് നമ്മൾക്ക് ഏകദേശം നമുക്ക് വേണ്ടുന്നത്ര ആക്കാൻ കഴിയും. ഇനിയിപ്പോൾ കണ്ടില്ലേ, ഞാനിനിയിപ്പോൾ ഇതിനൊഴിച്ച് കൊടുക്കട്ടെ. ഇത് നല്ലൊരു ഇതാണ്, നല്ലോണം ഉണങ്ങി നമ്മൾ തേച്ച് എല്ലാം പറിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്താലുണ്ടല്ലോ നല്ലപോലെ കളച്ച് വരും, നല്ലൊരു ഇതായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് ഒഴിച്ച് കൊടുക്കും. ഇത് നല്ലൊരു അടിപൊളി വളമാണ്. അടിപൊളി വളം എന്ന് വെച്ചാൽ അടിപൊളി വളമാണ്. പൂക്കാനും കഴിക്കാനും എല്ലാം നല്ലൊരു അടിപൊളി വളമാണ്. വേറെ പിന്നെ അതുകൊണ്ടാണ് ഞാനിപ്പം മുളകും തക്കാളിയെല്ലാം പൂക്കാൻ പോകുന്നുണ്ട്. അന്നേരം പൂക്കാൻ നല്ല ശരിക്കും പൂത്ത് വരട്ടെ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വലിയ വളവും ചേർത്ത് കൊടുക്കുന്നത്. വളം കൊടുത്തിട്ടില്ലെങ്കിലല്ല നന്നാവില്ല. നമ്മൾ പണിയെടുത്തിട്ട് കാര്യമില്ലല്ലോ. അത് നല്ലപോലെ നമ്മൾ ചെയ്ത് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ പിന്നെ നമ്മൾ കൊടുക്കുന്ന വളയല്ലോ. ഈ നിലത്തുനിന്ന് നടുമ്പോലെയല്ല, ഈ ബാഗിൽ നട്ടു കഴിഞ്ഞാൽ എന്താ വേണ്ടത് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന വളം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കേ വളം ഇങ്ങനെ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം, അതാണ് വേണ്ടത്. അല്ലെങ്കിൽ കൊടുത്തിട്ടില്ലെങ്കിട്ടല്ല പിന്നെ അത് ഒന്നിനും നന്നാവില്ല, അത് അവിടെ മുരടിച്ച് പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കൊടുക്കുന്നു. ഇടയ്ക്കിടയ്ക്കേ കൊടുത്താലേ നന്നാവില്ല. മുളകിനെല്ലാം നല്ലപോലെ കായ് പിടിക്കും. അപ്പോൾ ഇത് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ മുളകെല്ലാം നല്ലപോലെ കായ് പിടിക്കും. അതിന് നമ്മളിപ്പം വരുമ്പോൾ തന്നെ നല്ല കായോടെ പൂവോടിങ്ങ് വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു നല്ലൊരു കാര്യമാണ്. അതാണ് ഞാനിങ്ങനെ കഷ്ടപ്പെട്ടിട്ട് എങ്ങനെയായാലും വേണ്ട ഈ പച്ചക്കറിക്ക് എപ്പം നോക്കിയാലും നമ്മൾ നല്ലപോലെ നോക്കണം. ഇതിൻ്റെ പുഴു വരുന്നുണ്ട്, ഇതെല്ലാം നോക്കി കൊടുക്കണം. പുഴുവെല്ലാം ഇത് ഭയങ്കരമായിട്ട് പിന്നെ ആക്രമിക്കുന്ന സമയമാണ് ഈ പച്ചക്കറിക്ക്. എന്നിട്ട് അത് നമ്മൾ സാധാരണ മറ്റുള്ളവരെ പോലെ ഇത് ഇട്ട് വെക്കാനുള്ള ശേഷിയൊന്നും അവർക്കില്ല. ആ പുഴു വന്നിട്ട് തിന്നുമ്പം അവർക്കത് നശിച്ചു പോവുക. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇതിൻ്റെ ഇതായിട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ ഞാൻ വേറെ വീഡിയോയായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക. നമ്മൾ അരിക്കൂട്ട് ദോശമാവിൻ്റെ കൂട്ട് ബാക്കിയുണ്ടെങ്കിൽ ഒന്നും കളയണ്ട. അതെല്ലാം നമ്മൾ കലക്കി ഒഴിച്ചിട്ട് കുറേശ്ശെ ഉള്ളവരെ കിട്ടുമ്പോൾ നമ്മൾ ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് ആവശ്യമില്ലാതെ ബാക്കിയായി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട ആവശ്യമില്ല. അത് ഇതിൽ ഒഴിച്ച് കൊടുക്കുക. അതിൽ ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ചേർത്തിട്ട് നമുക്കത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഉഷാറായിട്ട് വരും. പച്ചക്കറിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല. എല്ലാത്തിനും ഒഴിക്കണ്ടെങ്കിൽ ഇതിനുള്ള ഒരുപാട് ഇതാകണം. അതുകൊണ്ട് എന്നാലും ഞാൻ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കുന്നതാണ്. ഇന്നിപ്പോൾ ഇത്തിരി ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം. എൻ്റെ മക്കളെല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് എനിക്ക് സപ്പോർട്ടാക്കണം എന്ന് എനിക്ക് പറയാനുള്ള നന്ദി, നമസ്കാരം. പിന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നാളെ വേറെ വീഡിയോ ആയിട്ട് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.